പുത്തൻ തലമുറയ്ക്ക് കൃഷിയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകി മൂവാറ്റുപുഴയിലെ നെൽക്കൊയ്ത്തും എള്ള് കൃഷി പഠനവും സംഘടിപ്പിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജും നിർമ്മല കോളേജ് ബോട്ടണി വിഭാഗവും വടക്കൻ മാറടി ഇട്ടുണ്ണാൻ പടവ് പാടശേഖര സമിതിയും സംയുക്തമായാണ് പ്രായോഗിക പരിശീലനമൊരുക്കിയത്. ക്ലാസ്സുകളിൽ നിന്ന് പാഠശാലയിൽ നിന്ന് നമ്മൾ പാടത്തേക്ക് എത്തിച്ച് അവർക്ക് കൊയ്യാനും മെതിക്കാനും കറ്റ കെട്ടാനുമുള്ള ഒരു ചെറിയ പരിശീലനമാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോട്ടണി നിർമ്മല കോളേജ് ഇതിൽ ആത്മാർത്ഥമായിട്ട് നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. കോളേജിനുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. വിദ്യാർത്ഥികളിലൂടെ എത്തിച്ചേർന്ന നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കൃഷിക്കാർ നെല്ല് ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ തീന്മേശയിൽ എത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പരിചയപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ നെൽകൃഷിയോടൊപ്പം തന്നെ ഇവിടെ എള്ളും ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ഈ പാടശേഖരം മുഴുവൻ എള്ള് കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അത് വളരെ കുറഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ എള്ളിൻ്റെ പ്രാധാന്യവും എള്ള് ഒരു ഓണാട്ടുകര പ്രദേശത്ത് വ്യാപകമായി ഇടവളയായിട്ട് ചെയ്തു വരുന്ന മൂന്നാം കൃഷിയായിട്ട് ചെയ്തു വരുന്ന എള്ള് ഈ മാറാടിയിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എൽദോ KM എന്ന് പറയുന്ന റിട്ടയർഡ് ഫാം സൂപ്രണ്ടാണ്. നെൽകൃഷിയോടൊപ്പം തന്നെ 40 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് സജീവമായിരുന്ന എള്ള് കൃഷിയെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് പഠനം നടത്തി. കർഷകനായ എൽദോ KMന്റെ എള്ളിൻ പാടത്തായിരുന്നു പരിശീലനം. റിട്ടയർഡ് കൃഷി ഓഫീസർ സാജു KC എള്ളും നെല്ലും മാറി മാറി കൃഷി ചെയ്യുന്നതിലൂടെ മണ്ണിൻ്റെ ഫലപുഷ്ടി എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് വിശദീകരിച്ചു. എള്ളിൻ്റെയും എണ്ണയുടെയും ഔഷധ ഗുണങ്ങളെക്കുറിച്ചും കർഷകർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ ജീന ജോർജ്, അധ്യാപകർ, കർഷകരായ വിജയൻ തട്ടായത്ത് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബിരുദ വിദ്യാർത്ഥികൾക്ക് ഹെർബേറിയം തയ്യാറാക്കുന്നതിനായി എള്ളുചെടികളും കർഷകർ കൈമാറി. കേരള വിഷൻ ന്യൂസ്, എറണാകുളം.